ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ 2 വീഡിയോകളിലായിട്ട് നമ്മൾ ഈ മെയിൻ OI പേജസ്, OI ട്രെൻഡുകൾ, ചാർട്ട്, മാക്സ് പെയിൻ, കോൺട്രിബ്യൂട്ടേഴ്സ്, നിഫ്റ്റിയുടെയും സെൻസെക്സിൻ്റെയും കോൺട്രിബ്യൂട്ടേഴ്സ്, പിന്നെ FNO സ്റ്റോക്കുകൾ, ഇതിൻ്റെ OI ട്രെൻഡ് ഇതെല്ലാം നമ്മൾ കണ്ടു. ഇനിയിപ്പോൾ നമുക്ക് നോക്കാനുള്ളത് ഓപ്ഷൻ ഗ്രീക്സ് ആണ്. അപ്പോൾ നമ്മൾ ഈ മെയിൻ OIയുടെ പേജും ഈ ഓപ്ഷൻ ഗ്രീക്സിൻ്റെ പേജും മാത്രമേ അതിന് യൂസ് ചെയ്യത്തുള്ളൂ. ബാക്കിയുള്ള ഈ വർക്ക് ഷീറ്റുകളെല്ലാം നമ്മളൊന്ന് ഹൈഡ് ചെയ്യും. ഓപ്ഷൻ ഗ്രീക്സിൽ നമ്മൾ നോക്കുന്നത് ഡെൽറ്റ നോക്കും, ഗാമ, വേഗ, തീറ്റ ആൻഡ് റോ, ഈ 5 പാരാമീറ്റേഴ്സ് നമ്മൾ നോക്കും. അപ്പോൾ അതിനായിട്ട് നമുക്ക് മറ്റ് അത്യാവശ്യം വേണ്ട വർക്ക്ഷീറ്റിൽ മാത്രമുള്ള കാണിക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം നമ്മൾ ഹൈഡ് ചെയ്തു. മെയിൻ OI പേജാണിത്. ഇവിടെ നിന്നാണ് നമ്മൾ നിഫ്റ്റി വേണോ അതോ ബാങ്ക് നിഫ്റ്റി വേണോ ഒന്ന് ഡിസൈഡ് ചെയ്യേണ്ടത്. മിഡ് ക്യാപ് നിഫ്റ്റി വേണോ? അപ്പോൾ നമ്മൾ നിഫ്റ്റി തന്നെ സെലക്ട് ചെയ്യുന്നു. നിഫ്റ്റിയുടെ എക്സ്പയറി വീക്ക്ലി ഇതിപ്പം ജൂലൈ 3 എക്സ്പയറി ഡേറ്റിനുള്ളതാണ്. അത് നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യുക. ഇവിടെ നിന്ന് ഇന്നത്തെ ദിവസം ജൂൺ 27 ഇന്നലെ ആയിരുന്നു ലാസ്റ്റ് വീക്ക് സീരീസിൻ്റെ എക്സ്പയറി. ഇന്ന് പുതിയ സീരീസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമുക്കിത് റിഫ്രഷ് ചെയ്യാം. ഇപ്പം 11:50 ആയിട്ടുണ്ട്. ഈ ഷീറ്റ് നമ്മൾ റിഫ്രഷ് ചെയ്തു. ഈ ഓപ്ഷൻ ഗ്രീക്സിലോട്ട് നമ്മൾ പോകുന്നതിന് മുമ്പായിട്ട് ഇവിടെ കുറച്ച് നോട്ട്സ് ഇട്ടിട്ടുണ്ട്. ഇതിൽ ചില പോയിന്റുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട് ഓപ്ഷൻ ഗ്രീക്സിലോട്ട് പോകുമ്പോൾ. അപ്പോൾ അതിനുവേണ്ടിയാണ് ഈ ഒരു നോട്ടിൽ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്, അതും പറയാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഡെൽറ്റ ആണ് നോക്കേണ്ടത്. ഓപ്ഷൻസ് ഒരു റിസ്കി ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. അപ്പോൾ അത് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം അത് ട്രേഡ് ചെയ്യാൻ. ഓപ്ഷൻ മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ഗ്രീക്കിനെയാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. നന്നായിട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ കൂടുതലും ഡെൽറ്റ, ഗാമ, തീറ്റ, വേഗ, പിന്നെ റോ ഇതിനെപ്പറ്റിയൊക്കെ ഒരു ധാരണ അറ്റ്ലീസ്റ്റ് ഉണ്ടായിരിക്കും. പിന്നെ കോൾ ഓപ്ഷൻസ് അല്ലെ പുട്ട് ഓപ്ഷൻ, ഇങ്ങനെ രണ്ടായിട്ടാണ് ഓപ്ഷൻ കോൺട്രാക്റ്റുകളെ നമ്മൾ തിരിച്ചിരിക്കുന്നത്. ഓപ്ഷൻ്റെ പ്രൈസുകൾ 3 രീതിയിൽ മൂവ് ചെയ്യാം. ഒന്നിൽ അത് ഇൻക്രീസ് ആവും, കോളായാലും പുട്ടായാലും അതിൻ്റെ പ്രൈസ് ഇൻക്രീസ് ആവാം, അല്ലെങ്കിൽ അത് ഡിക്രീസ് ചെയ്യാം, അതല്ലെങ്കിൽ സൈഡ് വേസ് ആയിരിക്കും, ഫ്ലാറ്റ്. ഓപ്ഷൻ ഒരു ലിവറേജ്ഡ് ഇൻസ്ട്രുമെൻ്റ് ആണ്. ചെറിയ പൈസ ഡിപ്ലോയ് ചെയ്തിട്ട് വലിയ കോൺട്രാക്റ്റ്, ലാർജ് കോൺട്രാക്റ്റുകളെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് ഇത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഓപ്ഷനിൽ നമുക്ക് പൈസ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മാർക്കറ്റിൽ എൻട്രി ചെയ്യുന്ന ടൈമിംഗ്, പിന്നെ ട്രേഡ് എക്സിക്യൂഷൻ സ്പീഡ്, പിന്നെ ഡയറക്ഷൻ ഓഫ് ട്രേഡ്, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡയറക്ഷൻ ഓഫ് ട്രേഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ കോൾ പൊസിഷൻസ് എല്ലാം കുറേ ബൈ ചെയ്ത് വെച്ചേക്കുമ്പോൾ മാർക്കറ്റ് ട്രെൻഡ് താഴോട്ടാണ്, അല്ലെങ്കിൽ മാർക്കറ്റ് താഴോട്ട് പോകുകയാണെങ്കിൽ നമുക്കത് ലോസ് തരും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം. ഡയറക്ഷൻ ഓഫ് ട്രേഡിനും വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ മണിനെസ് ഓഫ് ആൻ ഓപ്ഷൻ, അതെന്തെന്ന് വെച്ചാൽ ഓരോ കോൺട്രാക്റ്റിലും അടങ്ങിയിരിക്കുന്ന പൈസ, പണം, അതാണ് നമ്മൾ നോക്കുന്നത്. OTM, ATM, ITM എന്നീ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ OTM എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് ദ മണി, അതിനൊരു ഇൻട്രൻസിക് വാല്യൂ ഇല്ല എന്ന് പറയും. ഇൻട്രൻസിക് വാല്യൂ എന്താണെന്ന് നമുക്ക് താഴെ കാണാം. ATM എന്ന് പറയുമ്പം, ATM കോൺട്രാക്ട്സ് എന്ന് പറയുമ്പം അതിൻ്റെ സ്ട്രൈക്ക് പ്രൈസും നമ്മൾ എഴുതിയേക്കുന്ന സ്ട്രൈക്ക് പ്രൈസും സ്പോട്ട് വാല്യൂ ട്രേഡ് ചെയ്ത് അണ്ടർലൈൻ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പ്രൈസും ഒന്ന് തന്നെ ആയിരിക്കും. ഇൻ ദ മണിയിൽ വരുമ്പോഴും അതിനൊരു ഇൻട്രൻസിക് വാല്യൂ ഉണ്ട്. അപ്പോൾ ഇൻ ദ മണി എന്താണെന്ന് നമുക്ക് നോക്കാം. കോൾ ഓപ്ഷൻ്റെ കേസിൽ വരുമ്പം when the market price of the underlying asset is higher than the strike price, സ്പോട്ട് വാല്യൂ സ്ട്രൈക്ക് പ്രൈസിനെക്കാട്ടി കൂടുതലാണെങ്കിൽ കോളിൽ അത് ഇൻ ദ മണി ആവും. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഇവിടെ നോക്കാം. അപ്പോൾ ഇവിടെ സ്പോട്ട് ഇപ്പം 25,600 ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെക്കാട്ടിൽ താഴോട്ടുള്ള സ്ട്രൈക്ക് പ്രൈസുകൾ നമുക്ക് നോക്കാം. ഈ 25,550 ഇത് ഈ ഇവിടെ എല്ലാം അത് ഇൻ ദ മണി എന്ന് കാണിക്കും. ഈ സ്പോട്ടിനെക്കാട്ടി താഴോട്ടുള്ളതെല്ലാം ഇൻ ദ മണിയും മുകളിലേക്ക് ഉള്ളതെല്ലാം ഔട്ട് ദ മണിയും കാണിക്കുന്നുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഇവിടെ കണ്ടത് ഇത് തന്നെയാണ്. when the market price of the underlying asset is higher than the strike price, അന്നേരമാണ് കോൾ ഓപ്ഷന് ഇൻ ദ മണി ആവുന്നത്. ഇപ്പോൾ പുട്ടിൻ്റെ കേസിൽ വരുമ്പം അത് തിരിച്ചാണ്. മാർക്കറ്റ് പ്രൈസ്, അതായത് സ്പോട്ട് വാല്യൂ സ്ട്രൈക്ക് പ്രൈസിനെക്കാട്ടി ലോ ആണെങ്കിൽ മാത്രമേ അത് ഇൻ ദ മണിയിലാവത്തുള്ളൂ. അപ്പോൾ അതിവിടെ കാണാം 25,600 സ്പോട്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
25,600 മുകളിലോട്ടുള്ള കോൺട്രാക്റ്റുകളെല്ലാം സ്ട്രൈക്ക് പ്രൈസുകളെല്ലാം ഇൻ ദ മണിയാണ് പുട്ടിൻ്റെ കേസിൽ. അടുത്ത പോയിന്റ് ഇൻട്രിൻസിക് വാല്യൂ. അപ്പം ഇൻട്രിൻസിക് വാല്യൂവിനെ പറ്റി ഞാൻ പറഞ്ഞപ്പോൾ അത് ഇപ്പോൾ തന്നെ നമ്മുടെ കോൺട്രാക്ട് അത് സ്ക്വയർ ഓഫ് ചെയ്യുകയാണ് അല്ലെങ്കിൽ എക്സൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അന്നേരം തന്നെ പ്രോഫിറ്റ് കിട്ടും. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഇൻ ദ മണി കോൺട്രാക്ട്സ് ആയിരിക്കണം. അപ്പോൾ ഒരു വാല്യൂ നമുക്ക് കിട്ടും. അതിനാണ് ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറയുന്നത്. പിന്നെ കോൾ ഓപ്ഷൻ്റെ കേസിൽ ഇൻട്രിൻസിക് വാല്യൂ എങ്ങനെയാണ് കണക്ക് കൂട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ ദ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ആൻഡ് ദ സ്ട്രൈക്ക് പ്രൈസ്. എന്താ റീസൺ എന്ന് വെച്ചാൽ ഇൻ ദ മണി കോൾ ഓപ്ഷനിലെ കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് ആണ് വലുത്, സ്ട്രൈക്ക് പ്രൈസ് കുറവായിരിക്കും. അപ്പോൾ അതിൻ്റെ ഡിഫറൻസാണ് നമുക്ക് ഇൻട്രിൻസിക് വാല്യൂ ആയിട്ട് കിട്ടുന്നത്. ഒരു എക്സാമ്പിൾ നമുക്ക് ഇവിടെ വേണം നോക്കാം. ഇപ്പോൾ 25,600 സ്പോട്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം 25,550 അതൊരു ഇൻ ദ മണി കോൺട്രാക്റ്റാണ്. അപ്പോൾ ഇവിടുത്തെ ഇൻട്രിൻസിക് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25,600 മൈനസ് 25,550 50 എന്നുള്ളതാണ് ഇൻട്രിൻസിക് വാല്യൂ. പിന്നെ പുട്ട് ഓപ്ഷൻ്റെ കേസിലെടുക്കുമ്പോഴും ഇൻട്രിൻസിക് വാല്യൂ കണക്ക് കൂട്ടുമ്പോൾ ഇവിടെ സ്ട്രൈക്ക് പ്രൈസ് ആണ് വലുത്, മാർക്കറ്റ് പ്രൈസ് കുറവാണ് ഇൻ ദ മണിയിൽ. അപ്പോൾ സ്ട്രൈക്ക് പ്രൈസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ സ്ട്രൈക്ക് പ്രൈസ് ആൻഡ് മാർക്കറ്റ് പ്രൈസ് അതിവിടെ കാണാം. 25,600 സ്പോട്ട് ട്രേഡ് ചെയ്യുന്നു, 25,650 ഇൻ ദ മണിയാണ്. അപ്പോൾ 25,650 മൈനസ് സ്പോട്ട് പ്രൈസ് അതാണ് ഇൻട്രിൻസിക് വാല്യൂ. ATM അറ്റ് ദ മണി കോൺട്രാക്ട്സ്. ഇവിടെ സ്ട്രൈക്ക് പ്രൈസും അണ്ടർലൈങ് അസറ്റ് സ്പോട്ട് വാല്യൂയും ഒന്ന് തന്നെ ആയിരിക്കും. ഇപ്പോൾ 25,600 ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പം നമ്മുടെ 25,600 സ്ട്രൈക്ക് പ്രൈസ് തന്നെ എടുക്കുകയാണെങ്കിൽ അതാണ് അറ്റ് ദ മണി കോൺട്രാക്ട്. ഔട്ട് ദ മണി എന്ന് പറയുമ്പോൾ കോൾ ഓപ്ഷനിൽ വരുമ്പോൾ വെൻ ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ അണ്ടർലൈങ് അസറ്റ് ഈസ് ലോവർ ദാൻ ദ സ്ട്രൈക്ക് പ്രൈസ്. ഇവിടെ സ്പോട്ട് പ്രൈസ് ലോവർ ആയിരിക്കണം. നമ്മുടെ സ്ട്രൈക്ക് പ്രൈസ് 25,650, സ്പോട്ട് 25,600. അപ്പോൾ അതൊരു ഔട്ട് ഓഫ് ദ മണിയാണ്. 25,700 സ്പോട്ട് 25,600 അപ്പം അതും ഒരു ഔട്ട് ഓഫ് ദ മണിയാണ്. കോളിൻ്റെ കേസ് വരുമ്പോൾ സ്ട്രൈക്ക് പ്രൈസ് കൂടിയിട്ട് സ്പോട്ട് വാല്യൂ കുറഞ്ഞിരിക്കും, അത് ഔട്ട് ഓഫ് ദ മണി കോൺട്രാക്ട്സ് ആണ്. നേരെ തിരിച്ചാണ് പുട്ടിൻ്റെ കേസ് വരുമ്പോൾ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ അണ്ടർലൈങ് അസറ്റ് ഈസ് ഹയർ ദാൻ ദ സ്ട്രൈക്ക് പ്രൈസ്. ഔട്ട് ഓഫ് ദ മണി പുട്ടിൻ്റെ സ്ട്രൈക്കുകൾ നോക്കുകയാണെങ്കിൽ സ്പോട്ട് വാല്യൂവിനെക്കാട്ടിൽ കുറവുള്ള സ്ട്രൈക്ക് പ്രൈസുകളെല്ലാം ഔട്ട് ഓഫ് ദ മണി ആയിരിക്കും പുട്ടിൻ്റെ കേസിൽ. പിന്നീട് നമുക്ക് നോക്കാനുള്ള പോയിൻ്റ് അപ്പോൾ നമ്മൾ ഇവിടം വരെ ഡിസ്കസ് ചെയ്തു. ഔട്ട് ഓഫ് ദ മണി കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഓപ്ഷൻ ഗ്രീക്സിലോട്ട് പോകാം. ഓപ്ഷൻ ഗ്രീക്സിനകത്ത് പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞിരുന്നു ഈ 5 പാരാമീറ്റേഴ്സാണ് നമ്മൾ ഓപ്ഷൻ ഗ്രീക്സിനെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് ഡെൽറ്റയാണ്, അടുത്ത ഗാമയാണ്, വേഗ, തേറ്റ ആൻഡ് റോ. അപ്പോൾ ഈ ഡെൽറ്റ എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഓപ്ഷൻ പ്രൈസിനെയാണ്. ഓപ്ഷൻ പ്രൈസ് ഡിപ്പെൻഡ് ചെയ്യുന്ന വാല്യൂ ഓഫ് അണ്ടർലൈങ് അസറ്റ്സ് ആണ്. സ്പോട്ട് വാല്യൂ മാറുന്നതിനനുസരിച്ചിട്ട് ഓപ്ഷൻ്റെ പ്രൈസ് മാറും, അതാണ് പറഞ്ഞേക്കുന്നത്. ഗാമ എന്ന് പറയുന്നത് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഡെൽറ്റയാണ്. ഡെൽറ്റയുടെ ചേഞ്ചസിനെയാണ് ഗാമ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് വാല്യൂ ഓഫ് അണ്ടർലൈങ് അസറ്റ്സ് ആണ്. അതായത് ഡെൽറ്റ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ ഡെൽറ്റ ഡിപ്പെൻഡ് ചെയ്യുന്നത് വാല്യൂ ഓഫ് അണ്ടർലൈങ് അസറ്റ്സിനെയാണ്. അതാണ് ഈ കാണിച്ചേക്കുന്നത്. വേഗ എന്ന് പറയുന്നത് ഓപ്ഷൻ പ്രൈസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, അത് വോളറ്റിലിറ്റി ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. തീറ്റ എന്ന് പറയുന്നത് ഓപ്ഷൻ പ്രൈസിനെയാണ് ടൈം ഓഫ് മെച്യൂരിറ്റി അല്ലെ ടൈം ഡീകെ, അതാണ് ഈ കാണിക്കുന്നത്. നമ്മുടെ എക്സ്പയറിയിലോട്ട് എത്ര ദിവസങ്ങൾ കുറയുന്നു അതിനനുസരിച്ചിട്ടാണ് തീറ്റയുടെ ഇഫക്റ്റ് കൂടുതലായിട്ട് വരുന്നത്. അടുത്ത ഓപ്ഷൻ ഗ്രീക്ക് റോയാണ്. റോ ഓപ്ഷൻ പ്രൈസിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വേരിയബിൾ അതിനെ അഫക്റ്റ് ചെയ്യുന്നത് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. ഇതൊരു മൈനർ ഗ്രീക്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. റോയും പിന്നെ ലാംഡ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് ഉണ്ട്. ഇത് രണ്ടും മൈനർ ഗ്രീക്സ് ആയിട്ടാണ് കണക്ക് കൂട്ടുന്നത്. നമുക്ക് ഡെൽറ്റ തന്നെ നോക്കാം. കോൾ ഓപ്ഷൻ്റെ ഡെൽറ്റ വാല്യൂ എപ്പോഴും 0ക്കും 1നും ഇടയിലായിരിക്കും. പുട്ട് ഓപ്ഷൻ്റെ -1നും 0ക്കും ഇടയിലായിരിക്കും. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ഗ്രീക്സ് ഒന്ന് നോക്കാം. ഡെൽറ്റ മാത്രം
നോക്കാം. അപ്പോൾ ഈ ഡെൽറ്റ ഇതെടുത്തിട്ട് ഇത് ഇവിടെ നമുക്ക് എക്സ്ചേഞ്ച് ട്രേഡ് ചെയ്യുന്ന എല്ലാ സ്ട്രൈക്ക് പ്രൈസും ഉള്ളതുകൊണ്ടാണ് വളരെയധികം ഇത് തോന്നുന്നത്. ഇപ്പോൾ ഡെൽറ്റ നമുക്ക് നോക്കാം. ഇത് 1-ൽ നിന്നും ഏകദേശം 0.99, ഇത് 1-ൽ നിന്നും തുടങ്ങിയത് 0 വരെ 0-ലായപ്പോഴത്തേക്ക് അവസാനിക്കുന്നത്. അതാണ് പറഞ്ഞത് ഇവിടെ പറഞ്ഞത്. കോളിൻ്റെ ഡെൽറ്റ എപ്പോഴും 0 and 1 ഈ റേഞ്ചിലായിരിക്കുന്നത്. നമ്മളിപ്പോൾ കണ്ടു 1-ൽ നിന്ന് 0. പുട്ട് ഓപ്ഷൻ്റെ ഡെൽറ്റ വരുമ്പോൾ -1 and 0 ആയിരിക്കും. അത് നമുക്ക് നോക്കാം. ഇപ്പം ഇവിടെ പുട്ട് ഓപ്ഷൻ്റെ സൈഡിൽ നമുക്ക് ഡെൽറ്റ എടുക്കാം. ഇവിടെ 0 മൈനസാണ്. -0 നിന്നും തുടങ്ങി താഴോട്ട് വരുമ്പോഴത് ഏകദേശം -1-ലേക്കാണ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് കോൾ ഓപ്ഷൻ്റെ ഡെൽറ്റ വേരീസ് ബിറ്റ്വീൻ 0 and 1 ആണ് പുട്ട് ഓപ്ഷൻ്റെ ഡെൽറ്റ -1 and 0 എന്ന് പറയുന്നത്. പിന്നെ ഈ പുട്ട് ഓപ്ഷൻ്റെ ഡെൽറ്റയിൽ ഒരു മൈനസ് കാണിക്കുന്നുണ്ട്. നെഗറ്റീവ് ഡെൽറ്റ എന്താണ് കാണിക്കുന്നത് വെച്ചാൽ ഓപ്ഷൻ പ്രീമിയം ആൻഡ് അണ്ടർലൈങ് തമ്മിലുള്ള ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. അതായത് ഓപ്ഷൻ സ്പോട്ട് വാല്യൂ കൂടുന്ന പറഞ്ഞാൽ ഓപ്ഷൻ പ്രീമിയം ഇവിടെ കുറയും. ഓപ്ഷൻ പ്രീമിയം കൂടുക എന്നുണ്ടെങ്കിൽ സ്പോട്ട് വാല്യൂ കുറയും. ഇതാണ് ഓപ്പോസിറ്റ് സൈഡിലുള്ള ഓപ്പോസിറ്റ് റിയാക്ഷൻ. കോൾ ആൻഡ് പുട്ടിൻ്റെ അണ്ടർലൈങ് പ്രൈസ് മൂവ്മെൻറ്റും പ്രീമിയം തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇപ്പം കോളിൻ്റെ കേസിലാണെങ്കിൽ അണ്ടർലൈങ് പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ പ്രീമിയം ഇൻക്രീസ് ആവും കോൾ ഓപ്ഷനിൽ. സ്പോട്ട് വാല്യൂ കൂടുന്നതിനനുസരിച്ചിട്ട് കോളിൻ്റെ പ്രീമിയം കൂടും. എന്നാൽ പുട്ടിൻ്റെ കേസിലാകുമ്പം സ്പോട്ട് വാല്യൂ അല്ലെങ്കിൽ അണ്ടർലൈൻ പ്രൈസ് കുറയുകയാണെങ്കിൽ പ്രീമിയം കൂടും. ഇതാണ് പുട്ടിൻ്റെ. അപ്പം ഇത് നമുക്ക് ഈ പ്രീമിയത്തിൽ വരുന്ന ചേഞ്ചും അണ്ടർലൈൻ്റെ പ്രൈസും തമ്മിലൊരു റിലേഷനുണ്ട്. ആ റിലേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് പ്രീമിയം ചേഞ്ചസ് എത്രമാത്രം പ്രീമിയം ചേഞ്ച് ആവുന്നു നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കാം. ഡെൽറ്റ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പ്രീമിയം ചേഞ്ചസ് എത്രമാത്രം വരും എന്ന് അണ്ടർലൈൻ പ്രൈസിൽ നിന്ന് എത്രമാത്രം പ്രീമിയത്തിൽ ചേഞ്ച് വരുമെന്ന് കണക്കൂട്ടാൻ വേണ്ടി നമുക്ക് ഡെൽറ്റ ഉപയോഗിക്കാം. അപ്പോൾ ഡെൽറ്റ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പ്രീമിയം വിത്ത് റെസ്പെക്ട് ടു അണ്ടർലൈൻ. അതാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിളോടുകൂടി നമുക്കത് നോക്കാം. ഇപ്പോൾ ഡെൽറ്റ ഏതെങ്കിലും ഒരു ഓപ്ഷൻ്റെ ഡെൽറ്റ ഇപ്പോൾ 0.11 എന്ന് പറയുക. അപ്പം 0.11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 point ചേഞ്ച് ഇൻ അണ്ടർലൈൻ, every 1 point change in underlying premium for the particular option changes by 0.11. അണ്ടർലൈൻ്റെ പ്രൈസ് ഒരു പോയിൻ്റ് മൂവ് ചെയ്യുമ്പം പ്രീമിയം 0.11 ടൈംസ് വേരി ചെയ്യും. അതാണ് ഡെൽറ്റയുടെ എഫക്റ്റ് ചെയ്യുന്നത്. കോൾ ഓപ്ഷൻ്റെ കേസിൽ വരാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. സ്പോട്ട് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 25,000-ലാണ്. 25,000-ന് സ്പോട്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ 25,200-ൻ്റെ ഒരു കോൾ ഓപ്ഷൻ്റെ പ്രീമിയം എന്ന് പറയുന്നത് 56.25 രൂപ എന്ന് വിചാരിക്കുക. അതിൻ്റെ ഡെൽറ്റ 0.22. ഈ ഓപ്ഷൻ്റെ 25,200-ൻ്റെ ഓപ്ഷൻ്റെ ഡെൽറ്റ 0.22 ആണ്. അപ്പോൾ 25,200-ൽ നിന്നും 200 പോയിൻ്റ് മാർക്കറ്റ് കൂടിയെന്ന് വിചാരിക്കുക. ഈ സ്പോട്ട് വാല്യൂ 25,200-ലോട്ട് റീച്ച് ചെയ്യുന്നിരിക്കുക. അപ്പോൾ നമുക്ക് ഈ പ്രീമിയം മാറും. അത് എത്രമാത്രം മാറും എന്നുള്ളത് നമുക്കൊന്ന് കണക്ക് കൂട്ടാൻ പറ്റുമെന്ന് നോക്കാം. സ്പോട്ട് ട്രേഡിംഗ് അറ്റ് 25,000, നമ്മൾ എടുത്തേക്കുന്ന പൊസിഷൻ 25,200, അത് 56.25 ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഡെൽറ്റ 0.22. ചേഞ്ചസ് വരുന്നത് അത് 25,200-ലോട്ട് പോകുമ്പം റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ഓപ്ഷൻ എന്ന് പറയുന്നത് 200 പോയിൻ്റാണ്. ഈ 200 പോയിൻറ്റിനെ ഡെൽറ്റ 0.22 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 44 പോയിൻ്റ് എന്ന് കിട്ടും. ഓൾഡ് പ്രീമിയം എന്ന് പറയുന്നത് 56.25 അപ്പോൾ പുതിയ പ്രീമിയം കണക്കൂട്ടാൻ വേണ്ടി ഓൾഡ് പ്രീമിയം പ്ലസ് റേറ്റ് ഓഫ് ചേഞ്ച് ഇപ്പോൾ കൂടിയത് 44 ആണ്. ഈ റേറ്റ് ഓഫ് ചേഞ്ച് ഓപ്ഷൻ ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ 100.25 എന്ന് പറയും. അത് 25,200 ചെല്ലുമ്പോൾ പ്രീമിയം ഏകദേശം അപ്രോക്സിമേറ്റ്ലി ഈ റേഞ്ചിലോട്ട് വരണം. അങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇത് കോൾ ഓപ്ഷൻ്റെ കേസിലാണ് നമ്മൾ കണക്ക് കൂട്ടിയത്. സെയിം തിങ് നമുക്ക് പുട്ട് ഓപ്ഷൻ്റെ കേസിൽ നമുക്ക് നോക്കാം. അപ്പോൾ ഏതെങ്കിലും ഒരു ഓപ്ഷന് പ്രോഡക്റ്റ് ട്രേഡ് ചെയ്യുന്നത് സ്പോട്ട് അതിൻ്റെ 100-ലാണ് ട്രേഡ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ അത് 90-യുടെ ഒരു ഓപ്ഷൻ്റെ സ്ട്രൈക്ക് പ്രൈസ് 90-യുടെ പ്രീമിയം
3 രൂപയാണ്. ഡെൽറ്റ 0.20. ഈ സ്പോട്ട് 10% താഴോട്ട് വരികയെന്നുണ്ടെങ്കിൽ ഈ 90ലേക്ക് എത്തും. അപ്പോൾ 10% ഡൗൺ ആയപ്പം റേറ്റ് ഓഫ് ചേഞ്ച് ഇൻ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 10% ഡൗൺ എന്ന് പറയുമ്പോൾ 90ലോട്ടാകുമ്പോൾ 10 പോയിൻറ്റ്സ് ആണ് മൂവ് ചെയ്തത്. അപ്പോൾ 10 ഇൻറ്റു ഈ ഡെൽറ്റ 2 പോയിൻറ്റ്സ്. ഓൾഡ് പ്രീമിയം എന്ന് പറയുന്നത് നമ്മൾ കണ്ടത് 3. ന്യൂ പ്രീമിയം എന്ന് പറഞ്ഞാൽ ഓൾഡ് പ്രീമിയം പ്ലസ് റേറ്റ് ഓഫ് ചേഞ്ച്. അപ്പം 3 + 2 5. അപ്പോൾ ഇതൊരു പുട്ട് ഓപ്ഷനാണ്. മാർക്കറ്റ് താഴോട്ട് വന്നു, പ്രീമിയം ഇൻക്രീസ് ആവണം. അപ്പം ഇൻക്രീസ് ആയത് പുതിയ പ്രീമിയം എന്ന് പറയുന്നത് 5 ആണ്. ഇങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഡെൽറ്റ കൊണ്ട് പ്രീമിയം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ഈ ഡെൽറ്റ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നുള്ളൂ. ഇവിടെ നമുക്ക് ഡെൽറ്റ ഇതിൽ ഈ എക്സൽ ഷീറ്റിൽ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. പക്ഷെ അത് പ്രാക്ടിക്കലി അതെങ്ങനെ ആണ് കണക്ക് കൂട്ടുന്നത് നമുക്ക് നോക്കാം. ഒരുപാട് ഓൺലൈൻ കാൽക്കുലേറ്റേഴ്സ് അവൈലബിൾ ആണ്. അപ്പം ബ്ലാക്ക് സ്റ്റോൺസ് ഓപ്ഷൻ പ്രൈസ് കാൽക്കുലേറ്റർ ഇതാണ് മിക്കവാറും എല്ലാ ഇതിലും കാൽക്കുലേഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഓൺലൈനിൽ ഒരുപാട് ടൂൾസ് അവൈലബിൾ ആണ്. നമുക്ക് 1-2 ടൂൾ വേണം നോക്കാം. ഇതൊരു കാൽക്കുലേറ്ററാണ്. അപ്പോൾ ഇതിനകത്ത് സ്റ്റോക്ക് പ്രൈസ് ഉണ്ട്, സ്ട്രൈക്ക് പ്രൈസ് ഇടണം, ഓപ്ഷൻ പ്രൈസ് ഇടണം, ഇംപ്ലൈഡ് വോളറ്റിലിറ്റി ഉണ്ട്, ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട്, ഡേയ്സ് ടു എക്സ്പയറേഷൻ. ഇത് ഇടാമെന്നുണ്ടെങ്കിൽ നമുക്കത് കണക്ക് കൂട്ടാൻ പറ്റും. വേറെ ഒരെണ്ണം നോക്കാം നമുക്ക്. വേറെ ഇതുണ്ട്. ഇതും അതുപോലെ തന്നെ ഉള്ളതാണ് ബ്ലാക്ക് സ്റ്റോൺസ് ഓപ്ഷൻ പ്രൈസ് കാൽക്കുലേറ്റർ. സ്പോട്ട് ഉണ്ട്, സ്ട്രൈക്ക് പ്രൈസ് ഉണ്ട്, വോളറ്റിലിറ്റി ഉണ്ട്, റിസ്ക് ഫ്രീ ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ട്, പിന്നെ ടൈം ടു എക്സ്പയറി. അപ്പോൾ ഇതിനകത്ത് ഇപ്പം നിഫ്റ്റി അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി കേസിൽ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലനുസരിച്ചാകുമ്പോൾ ഈ വോളറ്റിലിറ്റി അതെങ്ങനെ കണ്ടുപിടിക്കുന്നത് അത് ഞാൻ കാണിച്ചുതരാം. ഇപ്പോൾ തന്നെ കാണിച്ചുതരാം. പിന്നെ ഒരെണ്ണം കൂടെ നമുക്ക് വേണമെങ്കിൽ കാണാം. ഇത് ഒരു ട്രേഡിംഗ് സൈറ്റിലുള്ള കാൽക്കുലേറ്ററാണ്. ഇതിലും നമുക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് ഈ വോളറ്റിലിറ്റി അവർ പറഞ്ഞിരുന്നു. അപ്പം നമ്മുടെ ഇൻഡെക്സിൻ്റെ വോളറ്റിലിറ്റി കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ മാർക്കറ്റ് ഡാറ്റയിൽ പോകണം. മാർക്കറ്റ് ഡാറ്റയിൽ പോയിട്ട് ഇൻഡെക്സസിൽ നമ്മൾ പോകണം. അപ്പോൾ ഇവിടെ വിക്സ് എന്ന് കാണിക്കും. ഇന്ത്യ വിക്സ് നമുക്ക് ഇത് കാണാൻ പറ്റും. ഡീറ്റെയിൽസൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. കറണ്ട് ഇംപ്ലൈഡ് വോളറ്റിലിറ്റി 12.45 ആണ്. പെർസെൻറ്റേജ് ചേഞ്ച് 1.09 ആണ്. ഓപ്പൺ ഇതായിരുന്നു, ഹൈ ഇതാണ്, ലോ ഇതാണ്, പ്രീവിയസ് ക്ലോസ് ഇതായിരുന്നു. അപ്പോൾ ഇങ്ങനെ വോളറ്റിലിറ്റി എഴുതണമെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം, നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി. ഓരോ പ്രാവശ്യം നമ്മൾ ഓപ്ഷൻ കാൽക്കുലേറ്റർ നോക്കാതെ തന്നെ അപ്രോക്സിമേറ്റ്ലി നമുക്കത് സ്പെക്കുലേറ്റ് ചെയ്യാൻ ഉള്ളൊരു പോയിൻറ്റ്സാണ് എഴുതിയിരിക്കുന്നത്. ഇപ്പോൾ കോൾ ഓപ്ഷൻ ആണ് എടുക്കുന്നതെങ്കിൽ ഔട്ട് ഓഫ് ദ മണി കോൾ ഓപ്ഷൻ ആണെങ്കിൽ അതിൻ്റെ ഡെൽറ്റ 0 to 0.5 മിക്കവാറും. നമുക്ക് സ്പോട്ട് അറിയാം, സ്ട്രൈക്ക് പ്രൈസ് അറിയാമെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും അത് ഔട്ട് ഓഫ് ദ മണി ആണോ, അറ്റ് ദ മണി ആണോ, ഇൻ ദ മണി ആണോ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ കോൾ അത് ഔട്ട് ഓഫ് ദ മണി ആണെങ്കിൽ അതിൻ്റെ ഡെൽറ്റ ഏകദേശം നമുക്ക് 0 to 0.5 സ്പെക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സെയിം ATM അറ്റ് ദ മണി കോൾ ഓപ്ഷൻ അതിൻ്റെ ഡെൽറ്റ 0.5 ആയിരിക്കും. ഇൻ ദ മണി കോൾ ഓപ്ഷൻസിൻ്റെ ഡെൽറ്റ എപ്പോഴും 0.5 to 1 ഈ റേഞ്ചിലായിരിക്കും ഇൻ ദ മണിയുടെ. പുട്ട് ഓപ്ഷൻ്റെ ഡെൽറ്റ നോക്കാമെങ്കിൽ ഔട്ട് ഓഫ് ദ മണി പുട്ട് ഓപ്ഷൻ്റെ ഡെൽറ്റ -0.5 to 0 ഈ റേഞ്ചിലായിരിക്കും. അറ്റ് ദ മണി വരുമ്പം ഇവിടെ -0.05. പുട്ട് ഓപ്ഷൻ ഇൻ ദ മണി പുട്ട് ഓപ്ഷൻ്റെ ഡെൽറ്റ -0.5 to -1 റേഞ്ചിലായിരിക്കും. അപ്പോൾ ഇതിൽ നമുക്കിപ്പം ഓപ്ഷൻ
കാൽക്കുലേറ്റർ ഇല്ലെങ്കിലും ഏകദേശം ഒരു സ്പോട്ട് ആൻഡ് നമ്മുടെ സ്ട്രൈക്ക് പ്രൈസ് കമ്പയർ ചെയ്തിട്ട് നമുക്ക് ഇൻ ദ മണിയാണോ ഔട്ട് ദ മണിയാണോ അറ്റ് ദ മണിയാണോ എന്ന് നോക്കിയതിന് ശേഷം പുട്ടിൻ്റെയും കോളിൻ്റെ ഏകദേശം ഒരു ഐഡിയയിൽ എത്തിച്ചേരാൻ പറ്റും ഡെൽറ്റയുടെ വാല്യൂ. ഇനി ഒരു പ്രോബബിലിറ്റി ഇതാണ് ഞാൻ കാണിക്കാം. ഡെൽറ്റ ഓഫ് എ കോൾ ഓപ്ഷൻ ഇസ് 0.25. ഒരു ഓപ്ഷൻ്റെ കോൾ ഓപ്ഷൻ്റെ ഡെൽറ്റ 0.25 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അത് എക്സ്പയറി ഡേറ്റിൽ ഇൻ ദ മണിയിൽ എക്സ്പയർ ചെയ്യാനുള്ള ചാൻസ് 25% മാത്രമേ ഉള്ളൂ. അപ്പം ഡെൽറ്റ 0.25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ കോൾ ഓപ്ഷൻ എക്സ്പയറിങ് ഇൻ ദ മണി, അതായത് എക്സ്പയറിയിൽ ഇൻ ദ മണി ആയിട്ട് എക്സ്പയർ ചെയ്യാൻ വരണമെന്നുണ്ടെങ്കിൽ 25% പ്രോബബിലിറ്റി ചാൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കോൾ അല്ലെങ്കിൽ പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യുമ്പോൾ എക്സ്പയറി ഡേറ്റിൽ ഇൻ ദ മണി ആകാൻ ചാൻസ് ഉള്ള ഓപ്ഷൻസ് നമ്മൾ സെല്ല് ചെയ്യാൻ പാടില്ല. എപ്പോഴും നമ്മൾ പ്രീമിയത്തിന് വേണ്ടി നമ്മൾ സെല്ല് ചെയ്യുമ്പോൾ കോൾ അല്ലെങ്കിൽ പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യുമ്പോൾ അത് വളരെ ലോ ആയിട്ടുള്ള ഡെൽറ്റ ഉള്ളത് സെല്ല് ചെയ്യണം. അപ്പോൾ നമുക്ക് എക്സ്പയറി വരുമ്പോൾ അത് ഒരു കാരണവശാലും അത് ഇൻ ദ മണിയിൽ വരികയില്ല. നമുക്കൊരു എക്സാമ്പിൾ ഡെൽറ്റ ഇപ്പോൾ 0.8 ഡെൽറ്റ ഉള്ള ഒരു സാധനം ഒരു ഓപ്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന് 80% പ്രോബബിലിറ്റി ഓഫ് എക്സ്പയറിങ് ഇൻ ദ മണി. 80% ചാൻസ് ഉണ്ട് അത് ഇൻ ദ മണി ആവാൻ എക്സ്പയറിയിൽ. അപ്പോൾ അങ്ങനെയുള്ളത് നമ്മൾ ഷോർട്ട് ചെയ്യാൻ പാടില്ല. പുട്ടിൻ്റെ കേസ് വരുമ്പോൾ സെയിം അതുപോലെ തന്നെയാണ് നമ്മൾ നോക്കേണ്ടത്. പിന്നെ ഓൾവേസ് സെൽ ഓപ്ഷൻ കോൾ പുട്ട് വിച്ച് ഹാവ് ഡെൽറ്റ ലെസ് ദാൻ 0.5 ഓർ ബിലോ. അതായത് 0.5 താഴെയാണെന്നുണ്ടെങ്കിൽ എക്സ്പയറിയിൽ അത് ഔട്ട് ഓഫ് ദ മണിയിൽ തന്നെ നിൽക്കാനുള്ള ചാൻസാണ് കൂടുതൽ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഡെൽറ്റ നമ്മൾ പറഞ്ഞു, വീഡിയോയുടെ ലെങ്ത്തും കുറച്ച് കൂടുതലായതുകൊണ്ട് നമുക്ക് ഇവിടെ നിർത്താം.